വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് ദ വാക്കിംഗ് ഡെഡ് സോംബി എന്നാണ്. ഇതൊരു സർവൈവൽ ഗെയിമാണ്, അത്യാവശ്യം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ സംസാരിച്ചിരിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ചാനലിൽ പുതിയതാണെങ്കിൽ സബ് അടിക്കാൻ മറക്കരുത്. ഓക്കെ, നല്ല കട്സീനൊക്കെ ഉണ്ട്. ഞാൻ ഈ കട്സിയിൽ സംസാരിക്കുന്നില്ല, നിങ്ങൾ ഫുള്ളായിട്ട് കാണും. ഓ ഗൈസ്, നമ്മളിതിൻ്റെ പേരിടണമെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഇടാം, സൂപ്പർ കോഴി. His mother. She didn't look well. She disappeared. Watch out. Oh. എന്റെ പൊന്നോ ഗൈസ്, ആ ഒരു അമ്മ പ്രസവിച്ചാണെന്ന് നമ്മുടെ പേര് സൂപ്പർ കോഴി തരട്ടേക്കണ്ട്. ഗൈസ്, നമുക്ക് കളിക്കാൻ കിട്ടിയിട്ടുണ്ട്. കൊച്ചിനെടുക്കാനാണ് പറയണത്. ഒക്കെ ബാഗിലോട്ട് ഇട്ട കൊച്ചില്ലേ ഈയൊക്കെ. ഓക്കെ, എനിക്കൊന്നും അതാ നമ്മള്. ഓ ഗൈസ്, കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാണോ വരും? ഞാൻ ആ കട്സീനി നടന്നെല്ലാം പറഞ്ഞുതരാം, ഇതൊന്ന് കഴിയട്ടെ ആദ്യം. ഓക്കെ, 20 വർഷങ്ങൾക്ക് ശേഷം Frank, they search for equipment, food, and meds in the ruins of old cities. Leela. Members of the woodlands avoided idle lifestyle. ഇയാളാണ് കേസ് നമ്മൾ രക്ഷിച്ചത്. അയാളുടെ പേരാണ് എൽഡർ. They knew very well that staying means dying, or worse, not dying. Rooster. കോഴിക്കൊക്കെ പേരുണ്ട് കേസ്. ഇതാരാ? The chosen one. ഗൈസ്, എനിക്കൊന്ന് ഇതാ നമ്മളിന്ന് അമ്പേ. നമ്മൾ കണ്ണ് തുറക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആ കട്സീനിൽ പറഞ്ഞതെല്ലാം പറഞ്ഞുതരാം. നമ്മൾ ആദ്യം കണ്ട കട്സീനിൽ നമുക്ക് ഒരു സോംബി ആയിരുന്നൊരു പെണ്ണ് നമുക്ക് പ്രസവം തന്നു. നമ്മളെ പ്രസവിച്ചിട്ട് ആ പെണ്ണിനെ കാണാനുണ്ടായിരുന്നില്ല. അതിൽ നമ്മൾ അപ്പോഴത്തേക്ക് ആ വേറൊരു സെക്യൂരിറ്റി ഗാർഡ് പോലെ ഒരാളുണ്ടായിരുന്നു. അയാൾ ആ പെണ്ണൊക്കെ തട്ടി. നമ്മളെ രക്ഷിച്ച ആളാണ് ഈ എൽഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അപ്പോൾ നമ്മളാണിപ്പോൾ 20 വർഷം ശേഷം കഴിഞ്ഞിട്ട് നമ്മളൊരു വലുതായിട്ട് നമ്മളിപ്പോൾ ഒരു ക്യാമ്പിലാണ്. ഇപ്പോഴും മറ്റേ സോംബി ഇൻഫെക്ഷനൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ തൽക്കാലത്തേക്ക് ഒരു വീഡിയോക്ക് എല്ലാം നോക്കാം. ഇത് കുടിയാനൊക്കെ ഗൈസ്, ഇതാരും റിയൽ ലൈഫിൽ ട്രൈ ചെയ്യാൻ നിൽക്കല്ലേ. ഇതൊക്കെ തുറക്കട്ടെ. എൻ്റെ പൊന്നോ,
ഫുട്ബോൾ കളിക്കാം. ഓക്കെ ഓക്കെ. ഓ വേണ്ട, അവർക്ക് നമ്മൾ വിഷിച്ച എൽഡറിൻ്റെ അടുത്ത് ചോദിക്കാം. അന്ന് നമ്മളവിടെ ബർത്ത്ഡേക്ക് വിഷൊക്കെ ചെയ്തു. എന്താ 20ാം ബർത്ത്ഡേ നീ എന്ത് ചെയ്യണേ? അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊന്ന് നോക്കി നടക്കണേന്ന്. അപ്പോൾ വെപ്പൺ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രാങ്കിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ് വിഷസ്, ഹിയർ ടേക്ക് വൺ ഓഫ് ദീസ് ഗൺ ആൻഡ് സം ആമോ. ഗൈസ് M1 ഗ്രാൻഡ് വേണോ അതോ STG 44 വേണോ? കണ്ടിട്ടൊക്കെ STG 44 എടുക്കാം. ഷൂട്ടിംഗ് ട്രെയിൻ ഗൈസ്, ഷൂട്ടിംഗ് റേഞ്ച്. ഓക്കെ, നമ്മളെവിടേക്കോ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഇടണമെങ്കിൽ ഒന്ന് പറയട്ടോ. നമ്മൾ ഷൂട്ടിംഗ് റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഇത് ഗൈസ്, ഓ ഇത് നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് ചട്ടി എടുക്കാം, ചട്ടി. ഓക്കെ. ഓ നമ്മൾ മാനുവലായിട്ട് ടിക്ക് ചെയ്യണം എല്ലാം ഗൈസ്. സ്റ്റോക്ക് കിട്ടിയാൽ നമുക്ക്. ഓ ഗൈസ് ചട്ടീൻ്റെ പവർ നോക്കും. ഓ സ്കോപ്പൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് കൊള്ളാം ഗൈസ്. നമുക്ക് ലോങ്ങിൽ നിന്ന് അടിക്കാൻ വരാം. ഓക്കെ ഗൈസ്, ഇതിൻ്റെ സെൻസിറ്റിവിറ്റി മാറ്റണം തോന്നുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് തിരിച്ച് ക്യാമ്പിൽ പോകണം. ഓക്കെ, നമുക്ക് പുതിയ മിഷൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അമ്മാൻ്റെ അടുത്ത് മിണ്ടി നോക്കാം. ഹലോ ഹൗ ഇസ് ദിസ് ഗോയിങ്? ഓക്കെ, ഐ ഹാവ് എ സീക്രട്ട്. ഓ എന്തിനാ ഇവിടെ എൻ്റെ അടുത്തൊന്നും ഉണ്ടാകുന്നില്ല. ഇതാരാ? ബോറിസ്. ഹായ്, ഗ്ലാഡ് യു ആർ ഹിയർ. ഗൈസ് ഇവൻ നമുക്കൊരു പണി തന്നിട്ടുണ്ട്. ഇവനെ കക്കൂസ് ഓ എന്താ അതിൻ്റെ അകത്ത് ഇവൻ കാണിച്ചു വെച്ചേക്കണത്? അത് എടാ അതിൻ്റെ അത് കയ്യിടണ നമ്മള്. അത് എന്താ അത് തീട്ടം. ഇതിന് ചവിട്ടം വെച്ചെടുത്തില്ലേ? എന്തൊരു തീട്ട കേസായിട്ടാണ് നന്നായിട്ട്. നമുക്ക് ഇവൻ്റെ അടുത്ത് ഒന്നും കൂടി വേണം. നമുക്ക് ഇവൻ പുതിയ മിഷൻ തന്നിട്ടുണ്ട്. ഇതെന്താ? റേഡിയേഷനോ? ഗൈസ് അമ്പേ, ഓ നമ്മൾ ബൈക്കിലാണ് വന്നേക്കണേന്ന് തോന്നുന്നു. ഗൈസ് നമുക്കൊരു അനിയന്മാര് കത്തി വെച്ചടിച്ചത്. ഇതാരാ? അയൺമാനോ? ഓ അടി കിട്ടി. ഓ തല പൊട്ടിച്ചോ. നമ്മളിവിടെ ഫെൻസ് ശരിയാക്കാൻ വന്നേന്ന് തോന്നുന്നു. ഓ പുറകിൽ ആൾക്കാരുണ്ട്. ഓ അത് വെറുതെ ഒട്ടിച്ചു. ഒരു പണ്ട് അളകി വരുമ്പോൾ ഗൈസ് ഇവിടുത്തെ മെഷീൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ബൈക്ക് നോക്ക് ഗൈസ് നിങ്ങൾ.
ഓ കിഡിലും എടാ പുറത്തോട്ട് പോയിട്ടില്ല. നമുക്ക് തിരിച്ച് നമ്മുടെ ക്യാമ്പിലോട്ട് പോവാം. നമ്മൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി നോക്കാം. അവൻ്റെ നിന്ന് റിവാർഡ് മേടിക്കണ്ടേ? ഈ പൈസ വെച്ചിട്ട് എന്താ കാര്യം? ഓ ലെവലപ്പായി. നമ്മൾ ലെവൽ 2 ആയി. പക്ഷേ ഈ പൈസ വെച്ചിട്ട് എന്താണ് ഉപകാരം? ഈ തീട്ടച്ചൊക്കെ വീണ്ടും ഒന്ന് കേസുണ്ട്. നമുക്ക് ഇവൻ്റെ ഭാര്യേൻ്റെ ഫോട്ടോ എടുത്തോണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഓ ഇവളൊന്ന് സെല്ലൊക്കെ ചെയ്യുക. ദേ സാധനം മേടിക്കും ഇവിടെ നിന്ന്. ഇത് നോക്കുകയാണെങ്കിൽ തോക്ക് മേടിക്കാം. ഗൈസ് ഇത് മേടിച്ചാലോ? ഇത് കുറച്ച് കഴിയുമ്പോൾ റീഫ്രഷ് ആയി പോകും. ഗൈസ് വേണോ? നമുക്ക് പൈസ ചിലവാക്കണോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മിഷൻ കഴിഞ്ഞിട്ട് പോയി നോക്കി നോക്കാം. ഓക്കെ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് ലോങ്ങിലാണ് പോണത്. പിന്നെ ഇവിടെ ഇവിടെ അവൻ്റെ ഭാര്യേൻ്റെ ഫോട്ടോ ഉണ്ട്. ചാവില്ലേ? അവിടെ പുറകിലാളുണ്ട്. നമുക്കിത് ഈ വീട് ആക്കേണ്ട പോകുന്നു. ശരിക്കും നമുക്ക് മറ്റേ കണ്ടന്നെ എടുക്കണമെന്ന്. കാരണം എന്തോ നമുക്ക് ഡാമേജ് ഇല്ല. തുറക്കള വീട് ചവിട്ടോൻ്റെ പൊന്നു. നമ്മുടെ ക്യാരക്ടർ അത്യാവശ്യം ശക്തിയുള്ളതെന്ന് തോന്നുന്നു. ഫോട്ടോ കിട്ടി. അപ്പോൾ ഇവരുള്ള എല്ലാത്തിനും കൂടി കട്ട് ചെയ്ത് പോവാം. ഇവൻ ഇത് വെച്ച് അടിച്ചോല്ല. ഇതോളം ഞാനവിടെ ബൈക്ക് ഇത്ര പോകാറ്റുള്ളൂ. ഗൈസ് നമ്മുടെ ബൈക്ക് കണ്ടോ ഗൈസ്? കിടിലായിട്ടുണ്ട്. ഓ ഓക്കെ ഗൈസ് നമ്മൾ അവൻ്റെ ഫോട്ടോ വെച്ച് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. കൊടുക്കുക ഗൈസ്. ഇത് മറ്റേ ഫീച്ചറും കൂടി കാണിയിരുന്നു. വരുമ്പോൾ വണ്ടി ഓടിച്ചിട്ട് വരാനുള്ളത്. അങ്ങനെ മറ്റേ നിങ്ങൾ ആ ഡേയ്സ് ഗോൺ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അതേപോലെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയി കിട്ടും. വൺസ് ഐ ഹിറ്റ് സപ്ലൈസ് ഇൻ സർട്ടൻ ഏരിയ യു ജസ്റ്റ് നീഡ് ടു. ഗൈസ് നമുക്ക് ഇനി ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിന് നമുക്ക് ഈ ഒരു വെപ്പൺ മേടിച്ചേക്കാം. നമ്മുടെ കയ്യിൽ 3750 സിൽവർ കോയിൻ ഉണ്ട്. ഇതിന് 2700 ഉള്ളൂ. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. വേണ്ടേ? ഓക്കെ നമ്മുടെ കയ്യിൽ ഒട്ടുമില്ല കേട്ടോ ഇപ്പോൾ പൈസ. നമുക്കിത് കൂടി ചെയ്യാം. ഒരാഴ്ച ഇട്ടാൽ മേടിക്കാൻ. എന്നാലും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഗെയിം ഇനിയും ഇങ്ങനെ സീരീസ് ആയിട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. പിന്നെ ലൈക്കും ചെയ്ത് നല്ല സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ആദ്യം വന്ന പോലെ പുതിയതാണെങ്കിൽ സബ്ബും ചെയ്യണം. ബൈ.